മണ്ണിനോടും പൊന്നിനോടും പണ്ടുകാലം തൊട്ടേ മനുഷ്യർക്ക് ഭ്രമമാണ്. മണ്ണിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്വർണത്തിന്റെ ഇന്നത്തെ സ്ഥിതി വിലയിരുത്തുമ്പോൾ ആഗോളതലത്തിൽ രാജ്യങ്ങളും മനുഷ്യരുമൊക്കെ മറ്റെല്ലാ നിക്ഷേപ മാർഗങ്ങളെക്കാളും സുരക്ഷിതമായി സ്വർണത്തെ ആശ്രയിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്പോട്ട് ഗോൾഡ് ഔൺസിന് $4,500 മറികടന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ വീടുകളിൽ സൂക്ഷിക്കുന്ന സ്വർണത്തിന്റെ റിസർവ് 5 ട്രില്യൺ മാർക്കാണ് മറികടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം GDP-യേക്കാൾ ഇന്ത്യൻ വീടുകളിൽ സ്വർണമിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ മോർഗൻ സ്റ്റാൻലി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യൻ ഭവനങ്ങളിൽ 34,600 ടൺ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ആഴ്ച സ്വർണ്ണവില ഔൺസിന് $4,550 കുതിച്ചത്. ഇതോടെ സ്വർണ്ണ സമ്പാദ്യത്തിന്റെ മൂല്യം 5 ട്രില്യൺ ഡോളറിലേക്ക് പറന്നു. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തുവിട്ട കണക്കുപ്രകാരം ഇന്ത്യയുടെ GDP 4.1 ട്രില്യൺ രൂപയാണ്. മോർഗൻ സ്റ്റാൻലി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ഭവനങ്ങളിൽ ആഭരണത്തിന്റെ രൂപത്തിലും കോയിനായും വലിയൊരു തുക സ്വർണം സംഭരിച്ചു വെക്കുന്നത് വഴി സമ്പാദ്യം വർദ്ധിച്ചതായി കരുതുന്നു എന്നാണ്. സ്വർണ്ണ വില കൂടുമ്പോഴും സ്വർണം വിൽക്കാതെ സൂക്ഷിച്ചു വെക്കുന്നു. ഇത് ആളുകൾക്കിടയിൽ കൂടുതൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്നു. സാധാരണക്കാർക്കിടയിൽ ഏറ്റവും സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഉപഭോഗത്തിൽ മാറ്റം കൊണ്ടുവരുന്നില്ല എന്ന അനുമാനമാണ് MK ഗ്ലോബൽ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലെ കാലയളവിനിടയിൽ 3 തവണ സ്വർണത്തിൽ അതിശക്തമായ കുതിപ്പ് പ്രകടമായിട്ടും വീടുകളിലെ സ്വർണം കൂടുതലായും ആഭരണത്തിന്റെ രൂപത്തിലാണ് കൈവശം വെച്ചിരിക്കുന്നത്. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ ഉപഭോഗം വരുന്നത് നമ്മുടെ രാജ്യത്താണ്. ആഗോളതലത്തിലെ സ്വർണ്ണ ഡിമാൻഡിൽ 26% ഇത്. എന്നാൽ ഇന്ത്യയുടെ സ്വർണ്ണ ഡിമാൻഡിൽ 66% ആഭരണങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് സമ്പദ് വ്യവസ്ഥയുടെ ഉപഭോഗത്തിൽ വ്യത്യാസം കൊണ്ടുവന്നിട്ടില്ല എന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ഇന്ന് ബാറുകൾ, കോയിനുകൾ എന്നിവയുടെ നിക്ഷേപവും വർദ്ധിച്ചിട്ടുണ്ട്. 24% നിന്നും 32% വർധനവുള്ളത്. കേന്ദ്ര ബാങ്കിന്റെ റിസർവ് ഉയർത്തിയതും സ്വർണ്ണവില കുതിക്കാൻ പ്രചോദനമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വർണം സ്ഥിരമായ ഒരു വരുമാനമാക്കുന്നതിനോ ക്യാപിറ്റൽ രൂപീകരണത്തിനോ ഉപകരിക്കുന്നില്ല എന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു. സ്വർണം അധികമായി ഇറക്കുമതി ചെയ്യുന്നത് കറന്റ് അക്കൗണ്ട് കമ്മിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് എക്സ്ചേഞ്ച് നിരക്കിലും നയ തീരുമാനങ്ങളിലും സ്വാധീനിക്കും. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം RBIയുടെ കൈവശം 880 ടണ്ണിന്റെ സ്വർണ്ണ ശേഖരമാണുള്ളത്. നാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.